പെട്ടിയും ബായൊക്കെ എടുത്തൊക്കെ കണ്ടപ്പോ ഒരു ചേട്ടൻ ചോദിക്കേണ്ടത് നീ തിരിച്ച് കാനഡയ്ക്ക് പോയണം. പക്ഷെ അല്ലട്ടത് ഈ കാണുന്ന സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോണത്. എവിടെയാണെന്ന് അറിയോ? ഇനി ആ കടയിൽ നിൽക്കുന്ന ചേട്ടനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പച്ചമീനും ചെമ്മീനൊക്കെ തൂക്കി കൊടുത്ത് ചെറുതായിട്ട് ബോറടിച്ചപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കുറച്ചു നേരം മുറുക്ക് വെക്കാന്ന് കരുതി കടയിൽ കയറി നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ബോറടിക്കുമ്പോൾ ഈ പുള്ളിക്കാരനെ വിളിച്ചാൽ മതി. വിനോദ് തന്നെയാണ് വളരെ കുറഞ്ഞ ചെലവിൽ ഈ ട്രിപ്പിന്റെ സ്റ്റേയും ലൊക്കേഷനൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കി തന്നു. പിന്നെ നമ്മുടെ ലൂക്കാച്ചിന് ഇടുന്ന സ്റ്റെപ്പ് ആണ്. നിങ്ങൾ ഇവന് മാത്രമേ ഈ സ്റ്റെപ്പ് ഇടാൻ പറ്റുള്ളൂ എന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെ ഈ റൂട്ട് പോയെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. നല്ല ഫ്രഷ് വെറൈറ്റി ചിപ്സ് ഇവിടെ കിട്ടും. അങ്ങനെ കുറച്ച് ചിപ്സും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വണ്ടി കയറി. അങ്ങനെ വാൽപ്പാറ എത്തിയപ്പോൾ അവിടെ മൊത്തം മഞ്ഞ് പെയ്ത് കിടക്കും. പിന്നെയാണ് മനസ്സിലായത് മഞ്ഞല്ല ടി എസ്റ്റേറ്റ് മൊത്തം മരുന്നടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോണ സ്ഥലവും ടി എസ്റ്റേറ്റിന്റെ നടുക്ക് 5 ബെഡ്റൂമുള്ള ഒരു വലിയ വീട് തന്നെയായിരുന്നു. ഈ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ കറക്റ്റ് പറഞ്ഞാൽ ഇത് അങ്ങോട്ട് നോക്കി കാണുന്ന ആ ചെറിയ പാറയുടെ മുകളിലാണ് ഞങ്ങൾ ആ പുലിയെ കണ്ടത്. പുലി മാത്രമായിരുന്നില്ല, സിംഹവാലം കുരങ്ങുള്ള ഒരു താവളം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ്. ചിക്കന്റെ പൈസയും കൂടെ ഇങ്ങോട്ട് വന്നു. പക്ഷെ ചിക്കൻ വാങ്ങിക്കാൻ മാത്രം മറന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്യണ വീടിന്റെ ഓർഡർ നല്ല കേരള സ്റ്റൈലിൽ നാടൻ ഫുഡ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയറും ഗ്രില്ലും ചെയ്യാനുള്ള സെറ്റപ്പും ചെയ്തു തരും. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളും പിള്ളേരും ഹാപ്പിയാണ്. പിന്നെയാണെങ്കിൽ പുലിയെ കാണാനായിട്ട് ഞങ്ങൾ റൊട്ടിക്കടയിൽ പോയിട്ടുണ്ട്. അവിടെ ബി അവെയർ ഓഫ് ചീറ്റാന്നൊക്കെ എഴുതി വെച്ചത്. എനിക്ക് തോന്നുന്നു വെച്ച ടീമിന് മാറിപ്പോയതാണ്. എന്തായാലും ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെയും പുലിനെ കണ്ടെന്നാണ് പറയുന്നത്. ലൂക്കാച്ചിന് പുലിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചിലും ക്യാമറ കിട്ടും 4 കിട്ടും. അങ്ങനെ തിരിച്ചു പോണ വഴിക്ക് ആനനെയും കാണിച്ചു കൊടുത്തു. ആ പ്രശ്നം തീർത്തവിടെ. ഇവനാണെങ്കിൽ 1/4 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ നിന്ന് മാറാണ്ട് ഇപ്പൊ ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇത് കബാലിയാണെന്ന്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതിന് അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇത് കബാലി അല്ലെന്നാണ് അതിന് താഴെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ്.